ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അവസാനം വരെ സ്നേഹം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യോഹന്നാൻ 13 അധ്യായം 1 ലോകത്തിലുള്ള തന്റെ സ്വന്തക്കാരെ സ്നേഹിച്ച അവൻ അവസാനം വരെ അവരെ സ്നേഹിച്ചു. യേശുവിന്റെ സ്നേഹം അതുല്യമാണ്. കാരണം അവൻ അവസാനം വരെ നമ്മെ സ്നേഹിക്കുന്നു. ഒരു നിമിഷം നിർത്തി അവസാനം വരെ എന്ന വാക്യത്തെക്കുറിച്ച് ചിന്തിക്കുക. അതിന്റെ അർത്ഥം അവസാനത്തോളം, എന്നേക്കും, നിത്യമായി, എല്ലാ യുഗങ്ങളിലൂടെയും എന്നാണ്. അവസാനം വരെ എന്ന വാക്കുകൾ അവന്റെ സ്നേഹത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്നു. അവൻ നമ്മോട് ചെയ്ത ഉടമ്പടിയെയും അവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആരെങ്കിലും കാൽവറിയിൽ വന്ന്, കർത്താവേ, നീ എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ പാപങ്ങൾ നിമിത്തം നീ മരിച്ചു, ഇപ്പോൾ എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൻ കരുണയാൽ പ്രേരിതനായി ആർദ്രമായ സ്നേഹത്താൽ നിറഞ്ഞ് ആ ആത്മാവുമായി ഒരു നിത്യ ഉടമ്പടിയിൽ പ്രവേശിക്കുന്നു. ഒരു വ്യക്തിയിൽ കർത്താവ് അർപ്പിക്കുന്ന സ്നേഹവും ശാശ്വതവും മാറ്റമില്ലാത്തതുമാണ്. ആർക്കും ഒരിക്കലും അത് ലംഘിക്കാൻ കഴിയുകയില്ല. ഈ ലോകത്ത് പലതരം സ്നേഹം നാം കാണുന്നുണ്ടെങ്കിലും കാൽവറിയിൽ വെളിപ്പെടുത്തുന്ന ത്യാഗപരമായ സ്നേഹം മാത്രം നമ്മുടെ ഹൃദയങ്ങളെ ഉരുക്കുന്നു. കാൽവറിയിലെ വീരനായ ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്ന സ്നേഹത്തെ മറ്റൊരു സ്നേഹവുമായും താരതമ്യം ചെയ്യാൻ കഴിയില്ല. കാട്ടുമരങ്ങൾക്കിടയിൽ ഒരു ആപ്പിൾ മരം പോലെ പുത്രന്മാരിൽ എൻ്റെ പ്രിയൻ അങ്ങനെ തന്നെ. അവൻ അവന്റെ നിഴലിൽ വളരെ സന്തോഷത്തോടെയിരുന്നു. അതിന്റെ ഫലം എനിക്ക് രുചിക്ക് മധുരമായിരുന്നു. ഇത് ഉത്തമഗീതം 2 അധ്യായം 3 കാണപ്പെടുന്നു. മനുഷ്യ സ്നേഹത്തിനായി കൊതിച്ചുകൊണ്ട് ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവന്റെ സ്വന്തം ആളുകൾ അവനെ നിരസിച്ചു. ചിലർ അവനെ പാപികളുടെ സുഹൃത്ത് എന്ന് വിളിച്ചു. മറ്റുള്ളവർ അവന് ബെത്സബൂലൻ ഉണ്ടെന്ന് പറഞ്ഞു. അവന്റെ പഠിപ്പിക്കൽ വളരെ കഠിനമായിരുന്നുവെന്ന് അവർ വിശേഷിപ്പിച്ചു. അവനെ അനുഗമിച്ച ചിലർ പോലും അകലം പാലിച്ചുകൊണ്ട് അവനോടൊപ്പം നടക്കാൻ തുടങ്ങി. ഒരു സന്ദർഭത്തിൽ യേശു തന്റെ ശിഷ്യന്മാരെ നോക്കി ചോദിച്ചു, നിങ്ങൾക്കും പോകാൻ ആഗ്രഹമുണ്ടോ? അവൻ ആ വാക്കുകൾ എത്ര ദുഃഖത്തോടെയാണ് പറഞ്ഞതെന്ന് സങ്കല്പിക്കുക. നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ സ്നേഹത്തിനായി കാംക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവ് എത്ര ആഴത്തിൽ നമ്മെ സ്നേഹിക്കുന്നുവെന്ന് ചിന്തിക്കുക. അതെ, ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവൻ നമ്മെ സ്നേഹിച്ചു. നമുക്ക് വേണ്ടി അവൻ തന്നെ കൊലപ്പെടുത്താൻ കുഞ്ഞാടായി നൽകി. മനുഷ്യനെ സ്നേഹത്തിൽ ഒരു പ്രത്യേക സൃഷ്ടിയായി സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, കാൽവറി ക്രൂശിൽ പോലും അവനെ സ്നേഹിക്കാൻ അവൻ തയ്യാറായിരുന്നു. ക്രൂശിൽ അവൻ തന്റെ രക്തവും ശരീരവും നമുക്ക് വേണ്ടി നൽകി. പ്രിയ ദൈവമക്കളെ, അവൻ ക്രൂശിൽ മാത്രമല്ല നിത്യതയിലുടനീളം സ്നേഹിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിലുള്ള വാക്യം യിരെമ്യാവ് 31 അധ്യായം 3 കർത്താവ് പണ്ട് മുതൽ എനിക്ക് പ്രത്യക്ഷനായി പറഞ്ഞു, അതെ, യഹോവ ദൂരത്തു നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തു, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ആവർത്തന പുസ്തകം 3-4 അധ്യായങ്ങൾ, വൈകുന്നേരം മർക്കോസ് 10 അധ്യായം 32 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.